ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധനയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി സിപിഎം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ RSS അജണ്ട നടപ്പാക്കുന്നതിൽ പങ്കാളിയാകുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ പൌരത്വം നിഷേധിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെ വോട്ടവകാശം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ. സംഭവത്തിൽ ആഗസ്റ്റ് 8-ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തു. അസമിൽ ജനങ്ങളെ സ്വന്തം ഭൂമിയിൽ നിന്ന് സർക്കാർ കുടിയിറക്കുകയാണ് എന്നും വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആപത്താകുമെന്നും സിപിഎം. PR അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, വിശദാംശങ്ങൾ. അമൃത, ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നത്. എന്തായാലും പരസ്യമായി ഇപ്പോൾ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 8-ന് രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്ന് ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും CPM ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ പൗരത്വം പരിശോധിക്കുകയാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടുവരുന്നത്. ഇത്തരം നടപടികൾ ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെയുള്ള ലംഘനമെന്ന് തന്നെ CPM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നടത്തുന്നത്. RSSന്റെ അജണ്ടയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പിന്തുടർന്നു വരുന്ന എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും CPM ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കൃത്യമായി ഇത്തരം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും അതുപോലെ തന്നെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. നിരവധി പേർക്ക് ഇത്തരത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസ് വിമർശിച്ചിരുന്നു. അതിലും CPM കൂടി ഇപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. എന്തായാലും ഇതിനു പുറമെ അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിലും CPM പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമായും അസമിൽ കുടിയിറക്കലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുടിയിറക്കലിനിടെ ഇത്തരത്തിൽ ചിലർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്തായാലും ഇത്തരം നടപടികൾ രാജ്യത്തിന്റെ ഐക്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ BJPയുടെയും അതുപോലെ തന്നെ RSSന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൂടി ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം നടപടികളെ ശക്തമായി തന്നെ എതിർക്കും. അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് തന്നെ CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നു. അമൃത. ശരി. CPI ഇടുക്കി ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ CPMന് രൂക്ഷ വിമർശനം. CPI തകരേണ്ട പ്രസ്ഥാനമാണ്, തകർക്കുക തന്നെ ചെയ്യുമെന്നാണ് MM മണി മുട്ടുകാട്ടിൽ പ്രസംഗിച്ചത്. ജില്ലയിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ളത് ഏതാനും പോക്കറ്റുകളിൽ മാത്രമാണെങ്കിലും LDFിലെ രണ്ടാം കക്ഷിയാക്കാൻ CPMന് നിർബന്ധം. എന്നാൽ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുവാൻ അവരെ സഹിക്കുക തന്നെ വേണമെന്നും ജില്ലാ സെക്രട്ടറി K സലിംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, CPIയുടെ പ്രവർത്തന റിപ്പോർട്ട് വലിയ വിമർശനമാണോ CPMനെതിരെ അതിലുള്ളത്? അമൃത, ഇന്ന് ആരംഭിച്ച ഇടുക്കി ജില്ലാ CPI ജില്ലാ സമ്മേളനത്തിൽ K സലീംകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് CPIക്കെതിരെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് CPI നേതാക്കൾ തിരുത്താൻ തയ്യാറാകണം, CPM നേതാക്കൾ തിരുത്താൻ തയ്യാറാകണമെന്ന പരാമർശമാണ്. അനവസരത്തിലുള്ള പല പ്രസ്താവനകൾ ജനങ്ങളിൽ നിന്ന് എതിർപ്പ് ഉണ്ടാകാൻ കാരണമാകുന്നു. ജനകീയത വീണ്ടെടുക്കാൻ CPM ശ്രമിക്കണം. കൂടാതെ തങ്ങളോട് എതിർപ്പുള്ളവർ നടത്തുന്ന സമരങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്നതും പ്രതികരിക്കുന്നതും ഒഴിവാക്കണമെന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ CPM നേതാക്കൾക്ക് നേരെ റിപ്പോർട്ട് ഉന്നയിക്കുമ്പോൾ മുന്നണി ബന്ധങ്ങളെക്കുറിച്ചും കടുത്ത വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് അനാവശ്യ പരിഗണന മുന്നണിയിൽ കൊടുക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിമർശനം ഉണ്ടാകുന്നുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒരു വ്യക്തിയുടെ നേട്ടം എന്ന് ചിത്രീകരിക്കാൻ CPM സംഘടിതമായി ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പല വകുപ്പുകൾക്കെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. ഏറ്റവും പ്രധാനമായും ധനവകുപ്പിനെതിരെയാണ്. ധനമന്ത്രി CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. അതേസമയം CPMന്റെ വകുപ്പുകൾക്ക് വാരിക്കോരി നൽകാൻ ധനമന്ത്രിക്ക് കഴിയുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു വകുപ്പ് വനം വകുപ്പാണ്. വനം വകുപ്പിനെതിരെ ഇടുക്കിയിലെ വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വനം മന്ത്രിക്ക് വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വനം വകുപ്പിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. IFS തമ്പുരാക്കന്മാർക്ക് സാധാരണക്കാരുടെ ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട്. കൂടാതെ വനം വകുപ്പ് ഹിംസ്രജീവികളെക്കാൾ അപകടകാരികളായി മാറിയിരിക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ നിലയിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ അടക്കം കടുത്ത വിമർശനങ്ങൾ റിപ്പോർട്ടിലുണ്ട്. കൂടാതെ ഇടുക്കി ജില്ലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇടുക്കി ജില്ലയിലെ CPMന്റെ മുതിർന്ന നേതാവ് MM മണിയുടെ പഴയ ഒരു പ്രസ്താവന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. CPI
തകർക്കേണ്ട സംഘടനയാണ്, തകർക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന മുട്ടുകാട്ടിൽ 2012 MM മണി നടത്തിയ പ്രസംഗത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ട് കടുത്ത CPM-നെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കെ സലീം കുമാർ ഇന്ന് ആരംഭിച്ച ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം നാളെ കൂടി തുടരുന്നുണ്ടാവും. കെ രാജനടക്കമുള്ള സംസ്ഥാനത്തെ CPIയുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിലാണ് ഈ നിലയിൽ CPM-നെതിരെ കടുത്ത വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അമൃത. ശരി ആഷിഖ്.